അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്തിൽ ചെറുപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബുകൾ എന്ന് നിൽക്കുന്ന എവിടെ എന്നറിയാം, പഴംകുളം എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. നമ്മുടെ ചെറുതുരുത്തിയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള, അതുപോലെ തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ 5 കിലോമീറ്റർ, സൗകര്യങ്ങൾ ഏറെയാണ്. 13 സെൻറ്റ് സ്ഥലമുണ്ട്. 13 സെൻറ്റ് സ്ഥലത്ത് നല്ല സൂപ്പർ വാർപ്പ് വീടാണ്. 3 ബെഡ്റൂമുണ്ട്. അതുപോലെ തന്നെ ഹാളുണ്ട്, ഡൈനിങ് ഹാളുണ്ട്, കിച്ചൺ, വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇത് കനാലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കനാലിൻ്റെ സൈഡിലാണ്. അതിൽ കനാലിൻ്റെ സൈഡിലായതുകൊണ്ട് ഓപ്പൺ കിണറിൽ എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. നല്ല സൂപ്പർ കിണറുണ്ട്. മാത്രമല്ല 4-5 തെങ്ങ് അതിലിട്ട് നല്ല കായ്ഫലമുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ മുതൽ വീട്. നല്ല സൂപ്പർ വീടാണ്. ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തരും. എല്ലാ വാഹനത്തിനും ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള വഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ കാണാം. അതിൻ്റെ മുമ്പ് ഫസ്റ്റ് തന്നെ വില പറയുകയാണ്. കാരണം എന്താ പറയുക, എല്ലാവരും വില പറയാൻ മടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം വില പറയും. 13 സെൻറ്റ് സ്ഥലം. ഇവിടെ സെൻറ്റ് സ്ഥലത്തിൻ്റെ വിലകൾ അന്വേഷിച്ചോളി. അതിന് 850 സ്ക്വയർ ഫീറ്റ് എത്രയെന്നറിയില്ല, എല്ലാം പാടെ ഒരു 1000 ഉണ്ട്. അപ്പോൾ ആ സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കാൻ എത്ര പൈസ വരും, എത്ര ചിലവ് വരും എന്നറിയാം. അതൊക്കെ കണക്ക് കൂട്ടിക്കോളി. ഇത് ഫൈനൽ റേറ്റാണ് ഞാൻ പറയുന്നത്, 24 ലക്ഷം രൂപ. ഇതൊരു അർജൻറ്റ് സെയിലാണ്. 30 ലക്ഷം രൂപ പറഞ്ഞ വീടാണ്. അപ്പോൾ നമ്മൾ വന്നൊരു ചാനലിൽ 24 ലക്ഷം പറയണം. എന്താ അറിയോ, ആവശ്യക്കാരിലേക്ക് ഇത് എത്ര വാങ്ങണം. കാരണം അത്രയും അർജൻറ്റ് ആയതുകൊണ്ടാണ്. നല്ല വീടാണ്. ഇങ്ങനെ ഒരു വീടും 13 സെൻറ്റ് സ്ഥലം ഈ വിലക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ 24 ലക്ഷം റുപ്യക്ക് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ഹബീബികൾ, ഇതാണ് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർക്ക് വരുന്ന റോഡ്, ചെറുതുരുത്തി. കണ്ടോ ഈ സെൻട്രി. ഇതാണ് ചേലക്കരക്ക് പോകുന്ന റോഡ്, പഴംകുളം റോഡ്. കണ്ടോ ഈ ടൗണിൽ പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ദൂരം 4 കിലോമീറ്റർ ആണെന്നുള്ള പ്രോപ്പർട്ടിക്ക്. മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തൊട്ടപ്പുറത്താണ്, 1 കിലോമീറ്റർ അപ്പുറത്ത്. മൊത്തം 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ റെയിൽവേ സ്റ്റേഷനായി. അതിന് പുറമെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇത് അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വീട് സ്ഥലം കൊടുക്കുന്നത്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ഒരു ഹബീബിനെ രക്ഷിക്കണം. കാരണം എന്താ പറയുക, ഈ വിലക്ക് ആർക്കും മേടിക്കാം, ഒരു സംശയമല്ല. നല്ല സൗകര്യങ്ങളുള്ള ഏരിയ. മാത്രമല്ല ആ പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം വരുന്നത് എത്രയെന്ന് അറിയുന്നത്, വെറും 300-400 മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ്. അതും ടാറിങ് റോഡാണ്. ഇൻഷാ അല്ലാഹ് പോയിട്ടാണ് കാണുക. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, പഴംകുളം സ്കൂൾ കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാലം കാണാം. ആ പാലത്തിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു കനാൽ റോഡുണ്ട്. ആ റോഡിന് നേരെ ഒരു 400 മീറ്റർ വന്നാൽ മതി ബസ് റൂട്ടിൽ നിന്ന് കേട്ടോ. ഒരു 400 മീറ്റർ വന്നാൽ 4 പുറം വീടുകളുള്ള ഏരിയ, തുരുതുരുന്ന വീടുകൾ, ഓപ്പൺ കിണർ വെള്ളം. ഇനി വേറൊരു കാര്യങ്ങൾക്ക് ഉണർത്താനുള്ള എന്താ അറിയോ, നമ്മൾ ഇങ്ങനെ വഴി വെച്ചതുകൊണ്ട് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇവിടേക്ക് വണ്ടി വരില്ലേ എന്നുള്ളത്. വണ്ടി തീർച്ചയായിട്ടും വരും. കാരണം എന്താ അറിയോ, ഇവരത്ത് ഒന്നാമത് ഇതിന് ഐഡിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരത്ത് ക്യാഷ് ഉണ്ടാവില്ല. ഈ മതിൽ കാണണം. ഈ മതിൽ നമ്മുടെ സ്ഥലത്ത് പെട്ടതാണ്. ഇതിനെ ഈ മതിലിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊരു 8 അടി റോഡ് വേറെ പോകുന്നുണ്ട്. കണ്ടോ, താഴത്തേക്ക് റോഡ് ഇറങ്ങിപ്പോണ്ട്. അപ്പോൾ ഈ മതിൽ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ, ഒന്നും കൂടി വിസ്താരം കൂടിക്കഴിഞ്ഞാൽ റോഡ് വീതിയായി, നമുക്കും സൗകര്യമായി, ഈ പോകുന്ന മറ്റു പാർട്ടികൾക്കും സൗകര്യമായി. കേട്ടോ, ഈ മതിലും എടുത്താൽ മതി. എന്നാൽ എന്താ അറിയോ, ഫുള്ള് വണ്ടി ഇങ്ങനെ കൊടുന്ന് നിർത്തിയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടും. അപ്പോൾ ചിലവർക്ക് കാണുമ്പോൾ വിചാരിക്കും ഇതിലേക്ക് വണ്ടി ഇറങ്ങുമെന്നുള്ളത്. വണ്ടി ഇറങ്ങായല്ല കേട്ടോ. അല്ലെങ്കിലോ എന്ത് ചെയ്യണം, നമ്മൾ ഇത് അവിടെ കോൺക്രീറ്റ് ചെയ്ത് ഒന്ന് ഇവിടെ ഒന്ന് ഉയർത്തി സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകണം. അപ്പോൾ അതിനേക്കാൾ നല്ല മതിലുണ്ട് പൊളിച്ചു കഴിഞ്ഞാൽ, മതിൽ നമ്മുടെയാണല്ലോ, എടുത്തു കഴിഞ്ഞാൽ സൗകര്യമായി. അപ്പോൾ ഈ വീട് 4 പുറക്കൊന്ന് കാണുക. നമുക്ക് ആദ്യം ഈ സൈഡിൽ കൂടെ പോകാം. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്ട്. നമുക്കിനി മുകളിലേക്ക് 1-2 റൂം എടുക്കണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. ഇത് പുറത്ത് വെച്ചതുകൊണ്ട്. പിന്നെ വേറെ കാര്യം പറയുന്നത് അറിയോ, ഈ ഇഷ്ടിക കണ്ടോ, ഇതാണ് ഇഷ്ടിക. ഈ ഇഷ്ടികയും പുഴമണലും ഉപയോഗിച്ചിട്ടാണ് ഈ വീട് കെട്ടിയത്. ഇതിൽ ബാക്കിയുള്ള ഇഷ്ടികയാണ് ഈ കിടക്കുന്നത്. കണ്ടോ, ഈ അടുക്കി വെച്ചിരിക്കണം. ഇത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപകാരപ്പെടും. കണ്ടോ, അതുപോലെ തന്നെ ഇങ്ങോട്ട് ബാക്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലേ, നല്ല ചെടികളായിട്ടും അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. പച്ചക്കറി ഒരു വിധമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, നമുക്ക് കോഴിക്കൂടോ ആട്ടുംകൂടോ എന്ത് വേണമെങ്കിൽ ആക്കാം. കണ്ടോ, മേലൊക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ട് സൗകര്യം. അതായത് കുമ്പളങ്ങളുടെ വള്ളി, മത്തൻ്റെ വള്ളി. അല്ലോ, ഈ ബാക്ക് സൈഡൊക്കെ ബാക്കിൽ വീട് കേട്ടോ, ഒക്കെ വീടാണ്. 4 പുറം വീടുകളാണ്. ഇതിൻ്റെ മുന്നിൽ നമ്മുടെ ഇറങ്ങുന്ന വീട് കേട്ടോ. എല്ലാ ഭാഗത്തും വീടുകളാണ്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ അയൽവാസികൾ ഒരുപാടുണ്ട്. കാരണം അയൽവക്കത്ത് വീടില്ല. നമ്മുടെ കുട്ടികൾ കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരുമോ, പേടി വരുമോ എന്നൊന്നും പേടിക്കാനില്ല. 4 പുറം വീടുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കേട്ടോ, കൊലയും കൂടി വെട്ടിയെടുക്കണില്ല. ഇതൊക്കെ അതുമ്പോൾ വീടിങ്ങനെ കിടക്കുകയാണ്. അല്ലെങ്കിൽ നല്ല വാഴക്കൃഷി, മുരിങ്ങ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. അതേപോലെ മുളകും തൈ ഉണ്ട്. ഇതല്ലേ നമ്മുടെ ഇതിൻ്റെ പേരെന്താ പറയുക, നമ്മുടെ ഉപ്പരിക്കൊക്കെ ഉപയോഗിക്കണം, അമരക്ക. അതിൻ്റെ ചെടിയാണ്. ഈ കിണർ ഒന്ന് കാണിച്ചു കൊടുത്താൽ.
അവിടെ നിന്ന് കാണിച്ചു കൊടുത്തായി. ഇഷ്ടംപോലെ വെള്ളം, നല്ല ഓപ്പൺ കിണർ. ഇങ്ങനെ ഒരു കിണർ കുഴിക്കണമെങ്കിൽ പൈസ എത്ര വരുന്നുണ്ട് അബീബിങ്ങളെ? ഇതൊന്നും ആലോചിച്ചേക്കണേ. ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇല്ലേ? ഓ ഇഷ്ടം പോലെ തെളിയിറുന്ന വെള്ളം. അപ്പോൾ ഇങ്ങനെ ഒരു കിണർ. ദബ്ബളിയും കിടക്കുന്നുണ്ട്. കായക്കൊലയിട്ട് തട്ടി തടഞ്ഞ് നടക്കാൻ വയ്യ. ഇതാണോ ചക്കയാണെങ്കിൽ ചക്ക ഉണ്ടോ? ചക്കയൊക്കെ വീണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ മെരിങ്ങ ഉണ്ടോ? തൊട്ട് വീട് തെങ്ങ്, അപ്പുറത്ത് മാവ് ഉണ്ടോ? പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. ഉണ്ടോ? ഇതിൽ 1-2 സാധനം കളയാണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരും. ഉണ്ടോ? ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ പുറത്ത് ബാത്റൂമുണ്ട്, കുളി റൂമുണ്ട്. അതും വാർപ്പ് തന്നെയാണ്, ഓടൊന്നല്ല. മാംഗോ ഉണ്ടോ? ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് അല്ല പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലേ? അപ്പോൾ നമുക്ക് സ്ഥലം ആ വീടിൻ്റെ അത് വരണ്ട കേട്ടോ. നമ്മുടെ പോസ്റ്റ് കാര്യങ്ങൾ തെങ്ങ്, ഇവിടെയും തെങ്ങുണ്ട്. ഇതിനെ ഒരു വഴി പോകുന്നുണ്ട് കേട്ടോ. ബാക്കിലേക്കൊരു വഴിയാണേ. ഇത് 3 അടിയാ 4 അടിയാ? ഈ ബാക്കിലൂടെ വഴി, ഇപ്പുറത്ത് വീടുകൾ ഉണ്ടോ? ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട്. ഇനി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ റോഡാണ് ഞാൻ പറഞ്ഞത്, റോഡിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാഹനങ്ങൾ എവിടെയും കൊടുത്ത് നിർത്താനുള്ള സൗകര്യമുണ്ട്. ഉണ്ടോ? അവിടെ ഫ്രണ്ടിൽ ഇറങ്ങുന്ന ഭാഗം ഒന്ന് നമ്മുടെ എത്ര തട്ടിക്കഴിഞ്ഞാൽ ഉഷാറായി. ഉണ്ടല്ലേ? 4 പുറം വീടുകൾ പറഞ്ഞാൽ 4 പുറം വീടുകളാണ്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് കേട്ടോ. പൈപ്പ് കണക്ഷൻ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ വീണ്ടും വിളിക്കൊണ്ട് വന്നു. ഉണ്ടോ? ഇതാണ് ഇതിൻ്റെ സൗകര്യം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയാണ് നമ്മൾ വീടിൻ്റെ ഉള്ളൊക്കെ കാണാൻ പോകുന്നത്. നല്ല വൃത്തിയുള്ള സൂപ്പർ വീടാണ് കേട്ടോ. നല്ല ടൈൽസൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടോ? നല്ല പെയിൻറ്റ്. വന്ന് താമസിക്കുന്നവർക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 രൂപ ചിലവാക്കണ്ട. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി ഇരുന്നാൽ മതി. കാരണം എന്താ പറയുക, നല്ല സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം ഒരു 8-10 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനം ഈ സിറ്റ് ഔട്ടിലുണ്ട്. കണ്ടോ? അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ഈ ഡോറും ഈ ജനലും. കണ്ടോ? നല്ല ഡോറ്, നല്ല ഭംഗിയിൽ. കണ്ടോ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഉള്ളിൽ കിടക്കുക. അതങ്ങനെ തുറന്നിട്ട് നമ്മളിങ്ങനെ പോകും. ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു വരാന്തയാണ്. കണ്ടോ? ചെറിയൊരു വരാന്തയാണ്. കണ്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഹാള്. കണ്ടോ? ഇവിടെയാണ് ഡൈനിങ് ഹാള്. അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ട്. ഉള്ളിൽ കണ്ടില്ലേ വീട് നല്ല വൃത്തിയിൽ, നല്ല പെയിൻറ്റിൽ. അതുപോലെ തന്നെ ഇവിടെ ആർച്ച്, ഈ ആർച്ച് ഒന്ന് കാണിച്ചു കൊടുത്താൽ. ഡൈനിങ് ഹാൾ കിടക്കുന്നിടത്ത് ആർച്ച്, നല്ല മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഡൈനിങ് ഹാള്. ഈ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ ഓരോ റൂമിലേക്കും പോകാം. 3 റൂമുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ റൂമിലേക്കൊന്ന് പോകാം. ഈ റൂമിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ നോക്കാം. അലമാരുണ്ട് കേട്ടോ. ചുമരും അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മേടിക്കണ്ട. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഫർണിച്ചർ ഉണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. അല്ലേ? അപ്പോൾ നല്ല വലിയ റൂമാണ്. ഒരു കട്ടിലൊക്കെ ഇട്ട് അലമാര വെച്ച് പിന്നെയും ഒരുപാട് സ്പേസ് ബാക്കിയാണ്. അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂം. എന്താണോ? യൂറോപ്യൻ ക്ലോസറ്റ് 2 റൂമിൽ അറ്റാച്ച് ഉണ്ട് കേട്ടോ. മൊത്തം 3 റൂമുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഡൈനിങ് ഹാളൊക്കെ വീണ്ടും വരികയാണ്. ഈ ഡൈനിങ് ഹാളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു ബെഡ്റൂം വലതുവശത്ത്. ഇവിടെ 2 കട്ടിലിട്ടുണ്ട്, ബെഞ്ച് ഇട്ടുണ്ട്, ഡെസ്ക്, അതുപോലെ തന്നെ ഡെസ്ക് ഉണ്ട്. എന്നിട്ടും നമുക്ക് സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ല വലിയ റൂം. ഇതും അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂമാണ്. അപ്പോൾ സൗകര്യങ്ങൾ ഏറെയാണ്. അപ്പോൾ 2 റൂമിൽ അറ്റാച്ച് ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് 3ാമത്തെ റൂമിലേക്ക് പോകാം. ഇത് 3ാമത്തെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ റൂമാണ്, അറ്റാച്ച് ഇല്ല. പക്ഷേ വലിപ്പത്തിൽ കുറവല്ല കേട്ടോ. വലിപ്പത്തിൽ കുറവല്ല. നല്ല ജനൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇൻവെർട്ടർ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇൻവെർട്ടറിലാണ് നമ്മൾ വർക്ക് കാണിക്കുന്നത്. ആ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഒന്നും കൂടെ വെളിച്ചം കിട്ടുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, കിച്ചണിലേക്ക് പോകണം. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ? സ്കെയർസൊക്കെ ഉണ്ട്. കണ്ടോ? സൗകര്യം, നല്ല വലിയ ഡൈനിങ് ഹാളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ കിച്ചണിലേക്കാണ്. കിച്ചൺ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇവിടെയൊക്കെ ടൈൽസ് ഇട്ട് നല്ല ഭംഗി, നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ? നമ്മൾ ചായപ്പൊടി പൊടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുണ്ട്. അതുപോലെ തന്നെ ചില്ലറ ഗ്ലാസ്സുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാ സൗകര്യമുള്ളൊരു വീടാണിത്. ഉണ്ടോ? ഹെയർ ഫാൻ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഏരിയ. ഇനി വർക്ക് ഏരിയക്കാണ്. ഈ വർക്ക് ഏരിയയുടെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഓടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? വർക്ക് ഏരിയ എക്സ്ട്രാ ഇതിൽ പെടുന്നതാണ്.
അപ്പോൾ നമ്മൾ ഓടാണ്, അത് നല്ല കഴുക്കോൽ നല്ല പട്ടികയാണ് കേട്ടോ, ഒരു കേടുമില്ല കേട്ടോ. അതും ടൈൽസ് കിട്ടുന്നുണ്ട് അടിയിൽ കണ്ട, നല്ല ടൈൽസ്. ഇനി അതുപോലെ തന്നെ ഈ കിച്ചൺ വർക്ക് ഏരിയയുടെ തൊട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ഹാൾ ഇവിടെ ആക്കാം ഭക്ഷണം കഴിക്കാനൊക്കെ. ഇതാ കണ്ടില്ലേ, നല്ല സൗകര്യമില്ല എൻ്റെ ആ ബേബിങ്ങളെ. ഈ വിലക്ക് എവിടെ കിട്ടുക നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരും നിങ്ങൾ കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്, ഷൊർണൂർ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ കേട്ടോ. ഇവിടെ ഗ്രില്ലാണ്, ഈ ഗ്രില്ലിൽ നിന്ന് നേരെ നമ്മുടെ തൊടിയിരിക്കുകയാണ് പിന്നെ കേട്ടോ. ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടു, വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ. പരിസരത്തൊക്കെ നിറയെ വീടുകൾ. അപ്പോൾ ഇത് എവിടെയെന്ന് വീണ്ടും ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് പഴംകുളം എന്ന് പറയുന്ന സ്ഥലമാണ്. പയംകുളം എന്ന് പറയാം, പയംകുളം എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി പാലക്കാട് ബോർഡറൊക്കെ ആയിട്ട് വരും. പാലക്കാട് ബോർഡർ ഇവിടെ അടുത്താണ്. കാരണം ചെറുതുരുത്തിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായി, പയംകുളത്തേക്കുള്ള വഴിയായി, ചെറുതുരുത്തി പാലം കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയായി. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. എല്ലാ വണ്ടികളും വന്ന് നിൽക്കുന്ന സ്ഥലം. ഏത് ഭാഗത്ത് പോകണം ട്രെയിൻ, ഇവിടുന്ന് 4.5 കിലോമീറ്ററേ ഉള്ളൂ, 5 കിലോമീറ്റർ ഉള്ളിൽ. പിന്നെ അതിൻ്റെ പുറമെ ഇതിൽ 13 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ല പച്ചക്കറികൾ പോകുന്നില്ല. എല്ലാം ഈ തൊടി ഉണ്ടാക്കാൻ നല്ല മണ്ണാണ്, വളക്കൂറുള്ള മണ്ണെന്നൊക്കെ പറയും. നല്ല മണ്ണാണ്, നല്ലൊരു അടിപൊളി വീടുമാണ്. ഇത് കെട്ടിയിരിക്കണതോ ഇഷ്ടികയിലും മണലിലും കെട്ടിയ വീടാണ്. കാരണം എന്താ വെച്ചാൽ പുഴ ഇവിടെ അടുത്താണ്, അതുകൊണ്ട് ഇങ്ങനെ കൊടുന്നാൽ മതി മണൽ. അങ്ങനെയൊക്കെ കെട്ടിയുണ്ടാക്കിയ നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള ഇത് വാങ്ങുന്നവർക്ക് ഒരു പെയിൻറ്റ് പോലും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ പള്ളി മദ്രസ 1 കിലോമീറ്ററാണ്. സ്കൂള് കാര്യങ്ങൾ പറഞ്ഞാൽ 1/2 കിലോമീറ്ററാണ്. കാരണം അതിൻ്റെ പുറമെ ബസ് റൂട്ട് 1/2 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് സൗകര്യങ്ങൾ ഏറുണ്ട്. അപ്പോൾ ഇതിന് 30 റുപ്യ വില പറഞ്ഞതാ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാ ചാനലും കൂടെ പറയുന്നുണ്ട് ഫൈനൽ റേറ്റ് ആണെന്നുള്ളത്. ഇത് തീരെ നെഗോഷ്യബിൾ ഇല്ലാത്ത റേറ്റാണ്. 24. എന്താ ഇത് നമ്മൾ കൊടുക്കണ്ടേ? 30 റുപ്യക്കുള്ള മുതലുണ്ട്. അത് കണ്ട നിങ്ങൾക്ക് അറിയാം. ഇത് കുറച്ച് പൈസക്ക് അർജൻറ്റാണ്. ഇത് അയച്ചിട്ട് ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ചിലർ ലോണുണ്ടോ, ലോൺ നിർത്തി തരുമെന്ന് ചോദിക്കണ്ട. വേറെ കുറച്ച് ബുദ്ധിമുട്ടും കടങ്ങളുണ്ട്. ആ കടങ്ങൾ കാരണമാണ് കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മുതൽ വിൽക്കുക എപ്പോഴാണ്? അവനാന് ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. അവനാന് ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റൊരുത്തിൻ്റെ മുതലേ നമുക്ക് വിൽക്കാൻ പറ്റില്ല, അവനാൻ്റെ മുതലേ വിൽക്കാൻ പറ്റുള്ളൂ. അതും കൂടി മനസ്സിലായിക്കൂടി. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ 24 ലക്ഷം റുപ്യക്ക് നമ്മൾ ഫൈനലായി തീരുമാനിച്ചിട്ടുണ്ട്. സൗകര്യങ്ങളൊക്കെ കണ്ടു. നല്ല ഡോറ് കണ്ടില്ല വീടിൻ്റെ ഉണ്ടോ. അതേപോലുള്ള മരങ്ങളാണ്, നല്ല നല്ല മരങ്ങളാണ്. ജനലുകളായാലും നിങ്ങൾ നേരിട്ട് വരി. കാരണം എന്താ, വീഡിയോ കണ്ടിട്ട് മാത്രമല്ല നേരിട്ടുണ്ട് പോകുന്നുള്ളൂ. ഞാൻ പറയുന്ന മാതിരി ആവില്ല ചിലപ്പോൾ. വന്നാൽ ഒന്നും കൂടി നിങ്ങൾക്ക് പവർ കിട്ടുന്നതിന്. പിന്നെ ഏത് വാഹനം നമ്മുടെ മുറ്റത്ത് നിർത്താം, അതിനുള്ള സൗകര്യമുണ്ട്. ഏത് വാഹനം ആയിക്കോട്ടെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ബസ് റൂട്ടിൽ 500 മീറ്റർ, സ്കൂൾക്ക് 500 മീറ്റർ, പള്ളി മദ്രസ 1 കിലോമീറ്റർ, അതുപോലെ തന്നെ ചെറുതുരുത്തി 4.5 കിലോമീറ്റർ, 4 കിലോമീറ്റർ, അതുപോലെ തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും. മഹസ്സലാമ.